ഇവിടെ ഇനി ഇലകൾക്കൊപ്പം സ്വപ്നം വിടരും. പൂക്കൾ മണക്കും, പഴങ്ങൾ മധുരിക്കും. ഇതാ അഭയം 1000, ആശ്വാസം 1000, ആനന്ദം 1000. പിറന്ന നാൾ തൊട്ട് ഇന്നോളം കൊതിച്ച ആ താരാട്ട്. മുറ്റം കടക്കുകയാണ് ആത്മവിശ്വാസത്തോടെ, വാതിൽ തുറക്കുകയാണ് അഭിമാനത്തോടെ. ഇത് എൻ്റെ വീട്. നമ്മൾ സ്വപ്നത്തെ പോലെ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വീട് നമുക്ക്. സന്തോഷം കൊണ്ട് കണ്ണു. എനിക്ക് കിടക്കാൻ ഒരു ഇടം എനിക്ക് തന്നു. അതുകൊണ്ട് എൻ്റെ മരണം വരെ നന്ദി പറഞ്ഞാലും എനിക്ക് ചെയ്ത സാറുമാരോട് എനിക്ക് ഒരിക്കലും അവരെ മറക്കാൻ കഴിയില്ല. ഒരിളം തെന്നൽ പോലെ എൻ്റെ വീട് 1000 കുടുംബങ്ങളെ തഴുകി തലോടി ഇനിയും മുന്നോട്ട്. എത്രയോ പേർക്ക് ഇപ്പോഴും വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു വീടില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും? അതിന് ഗവൺമെൻറ്റിൻ്റെ പല സഹായങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് എല്ലാവർക്കും ലഭിച്ചിട്ടില്ല. ആ ഒരു തിരിച്ചറിവാണ് കേച്ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഈ ഭവന പദ്ധതിയിലേക്ക് താല്പര്യം കാണിച്ചത്. ആ കാര്യത്തിൽ മാതൃഭൂമി ഇപ്പോൾ ഏകദേശം 1000 വീടുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഈ 1000 വീടുകൾ പൂർത്തിയാക്കിയ ഈ സന്ദർഭത്തിൽ കേച്ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ പേരിൽ അതിയായ നന്ദിയുണ്ട്. ആയിരം വീടുകളുടെ തണൽ. മാതൃഭൂമിയും കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകുന്ന കേച്ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൈകോർത്തപ്പോൾ ഇതുവരെ 1000 സാഫല്യങ്ങൾ. വാർഡ് അംഗങ്ങളുടെ സാക്ഷ്യപത്രവുമായി അവർ വന്നു. വീടില്ലാത്തവർ, BPL കാർഡ് ഉടമകൾ, 5 സെന്റിലധികം ഭൂമിയില്ലാത്തവർ, ഓരോരുത്തരെയും നേരിൽ കണ്ടു ഗുണഭോക്താക്കളെ സുതാര്യമായി നിശ്ചയിച്ചു. പ്രാദേശിക സമിതികളുടെ മേൽനോട്ടം. വയനാട് കണിയാമ്പറ്റയ്ക്കടുത്ത പച്ചിലക്കാട്ട് ജുബൈരിയയ്ക്ക് ആദ്യ വീട്. 1000 കടന്നു തുടരുകയാണ് ഇപ്പോൾ ഇതാ എറണാകുളത്ത്. ഒരു കേവലം വീട് നൽകൽ മാത്രമല്ല, വളരെയധികം ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്നവർക്ക് വലിയൊരു തണലായിട്ട് ഈ പദ്ധതി മാറി എന്നുള്ളതാണ്. അതിലൊന്ന് അജീഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ലങ്സ് ചുരുങ്ങിയിട്ട് 24 മണിക്കൂറും അദ്ദേഹത്തിന് ഓക്സിജൻ വേണം. 2 പെൺകുട്ടികളാണ്, 1ാം ക്ലാസ് പഠിക്കുന്ന 7ാം ക്ലാസ് പഠിക്കുന്ന 2 കുട്ടികൾ. അദ്ദേഹത്തിന് ജോലി എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ വീട് എന്ന് പറയുന്നത് അവർക്ക് അപ്രാപ്യമായ കാര്യമായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ആ വീട് കിട്ടിയപ്പം ആ കുടുംബത്തിനുണ്ടായ സന്തോഷം, അവർക്കുള്ള ആശ്വാസം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അർഹതപ്പെട്ടവർക്ക് കയ്യിൽ ഇതെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമിൻ്റെയും മാത്രമല്ല, ജനങ്ങളുടെയും കൂടി ഒരു പദ്ധതിയായിട്ടാണ് അത് മാറിയിട്ടുള്ളത്. രോഗികൾക്ക്, സ്ത്രീകൾക്ക്, നിരാലംബർക്ക് മുൻഗണന നൽകി പദ്ധതി ഹൃദയങ്ങളെ തൊട്ടു. മണലും സിമന്റും പെയിന്റും വേണ്ടാത്ത ഉറപ്പുള്ള മാതൃകാ വീട് കായണ്ണയിൽ മന്ത്രി MP രാജേഷ് നേരിട്ടെത്തി കൈമാറി. 2ാം ഘട്ടത്തിലെ 500 വീടുകളുടെ പണി പുരോഗമിക്കുകയാണ്. 1 വർഷത്തിനകം ഈ വീടുകളും പാർപ്പിടങ്ങളാകും. പുതിയ പുലരികൾ ഉദിക്കും. കണ്ണീര് തുടച്ച് പുതിയ ഉടമകൾ അവിടേക്കെത്തും. കേച്ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും നീട്ടുന്ന സഹായ ഹസ്തം പിടിച്ച് അവർ സ്വപ്നത്തിന്റെ വാതിൽ തുറക്കും. വലങ്കാല് വെച്ച് കയറും. അവരും പറയും, ഇത് എൻ്റെ വീട്. സന്തോഷം, ரொம்ப സന്തോഷമായി, നിറയെ സന്തോഷമായി. ഞങ്ങൾ ഓട്ട വീട്ടിലാണ് കിടന്നത്. ഞങ്ങൾക്ക് ഇവരെല്ലാവരും സഹകരിച്ച് തന്നില്ലേ, ഭയങ്കര കൂടെ, ഭയങ്കര സന്തോഷമായി. ദൈവത്തിന് നന്ദി, എല്ലാവർക്കും നന്ദി.